ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാൻതിയോണിന്റെ മുമ്പിലാണ്. റോമിൽ വന്നു കഴിഞ്ഞാൽ പാൻതിയോൺ കാണാതെ പോകരുത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ഒരു മന്ദിരമാണ്. പാൻതിയോൺ നിർമ്മിച്ചത് ഹാർഡിയൻ എന്ന് പറയുന്ന റോമൻ എംപറർ ആയിരുന്നു. പാൻതിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ ദൈവങ്ങൾക്കും സമർപ്പിക്കപ്പെട്ട എന്ന നിലയിലാണ്. അന്ന് റോമൻ ദൈവങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. എല്ലാ ദൈവങ്ങൾക്കു വേണ്ടിയും സമർപ്പിക്കപ്പെട്ട ഒരു ദേവാലയമായിരുന്നു, അല്ല ഒരു ടെമ്പിൾ ആയിരുന്നു അന്ന് പാൻതിയോൺ. കാലഘട്ടങ്ങൾക്ക് ശേഷം 7th സെഞ്ചുറിയിലോ മറ്റോ ഇത് ഒരു ചർച്ചായിട്ട് പിന്നീട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഇതൊരു ക്രിസ്ത്യൻ ചർച്ചാണ്. മറിയത്തിന്റെ പേരിലുള്ള ഒരു ചർച്ചായിട്ടാണ് ഇന്ന് പാൻതിയോൺ ഉള്ളത്. നമ്മളെ ആ റോമൻ കാലഘട്ടത്തിലെ ആർക്കിടെക്ചറൽ വൈദഗ്ധ്യം കാണിച്ചു തരാനായിട്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതുപോലെ ഇത്രയും പുരാതനമായ ഒരു റോമൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു മന്ദിരം ഇതേപോലെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംശയമാണ്. അതാണ് പാൻതിയോൺ. പാൻതിയോണിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണാം അതിന്റെ ഒരു യുണീക്കായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളും ഒക്കെ കാണാം. സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാത്ത ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡോം ഉള്ള ഒരു മന്ദിരമാണിത്. 142 അടി വ്യാസമുള്ള ഈ ഡോം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്ലോറിൽ നിന്നും ഡോമിന്റെ ടോപ്പ് വരെയുള്ള ഉയരവും 142 അടിയാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ഫിയറായിട്ടാണ് ഇതിന്റെ ഡിസൈൻ. ഡോമിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന 9 മീറ്റർ വീതിയുള്ള വൃത്താകൃതിയിലുള്ള ഈ ഓപ്പണിംഗ് അഥവാ ഓക്യുലസ്, ഇതാണ് കെട്ടിടത്തിനുള്ളിലെ ഏക പ്രകൃതിദത്തമായ പ്രകാശ സ്രോതസ്. ഈ ഓപ്പണിംഗ് സ്വർഗത്തിലേക്കുള്ള പ്രതീകാത്മകമായ ഒരു വാതിലായി കരുതപ്പെടുന്നു. ഓക്യുലസിലൂടെ മഴവെള്ളം അകത്തേക്ക് വീഴും. പക്ഷേ ചെറുതായി ചരിഞ്ഞ മാർബിൾ തറയും അതിനടിയിലെ അദൃശ്യ ഡ്രെയിനേജ് സംവിധാനവും ഒക്കെ ആ വെള്ളം നിമിഷങ്ങൾക്കകം പുറത്തേക്ക് ഒഴുക്കിക്കളയും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണെന്ന് ഓർക്കണം. താഴെ ഭാരമേറിയ കല്ലുകളും മുകളിലേക്ക് പോകുമ്പോൾ ഭാരം കുറഞ്ഞ അഗ്നിപർവ്വത ശിലകളും ഒക്കെ ഉപയോഗിച്ചാണ് റോമക്കാർ അന്നിത് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റു റീഇൻഫോഴ്സ്മെന്റ് ഒന്നുമില്ലെങ്കിലും ഈ ഡോം ഇന്നും തകരാതെ നിൽക്കുന്നു. എൻട്രൻസ് ഭാഗത്ത് കാണുന്ന ഈ ഭീമൻ ഗ്രാനൈറ്റ് തൂണുകൾ, ഇത് പുരാതന ഈജിപ്തിൽ നിന്ന് ഖനനം ചെയ്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം കടലും കരയും വഴി റോമിലെത്തിച്ചതാണെന്ന് പറയുമ്പോൾ ആരായാലും ഒന്ന് വാവിളിച്ചു അല്ലേ. 609 ക്രിസ്ത്യൻ ദേവാലയമായി മാറിയതിനു ശേഷം ഒരുപാട് പ്രശസ്ത വ്യക്തികളുടെ അന്ത്യ വിശ്രമ സ്ഥലം കൂടിയാണ് ഈ മന്ദിരം. പ്രശസ്ത റിനൈസൻസ് ചിത്രകാരനായ റഫേൽ, ഇറ്റലിയിലെ ആദ്യ രാജാവായ വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ തുടങ്ങിയ പ്രമുഖരുടെ ശവകുടീരങ്ങൾ നമുക്കിതിനുള്ളിൽ കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഭീമാകാരമായ രൂപം നമ്മൾ കാണുന്നത്. എന്തോ ഒരു വലിയ ഡോമാണ് ഇതെന്നുള്ളത് നോക്കുക. ഈ ഭാഗങ്ങളെല്ലാം മാർബിളിൽ തീർത്തതാണ് ഉണ്ടല്ലേ. ഇവിടെ പഴയ പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാം. അതിമനോഹരമായ ഫ്രസ്കോസും ഒക്കെ കൊണ്ട് മനോഹരമായിരിക്കുന്ന ഒരിടമാണ് പാൻതിയോൺ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു റോമൻ ദേവാലയമായിരുന്നുവെങ്കിലും പിന്നീട് ഇത് ക്രിസ്ത്യൻ ദേവാലയമായി മാറ്റിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള സ്കൾപ്ചേഴ്സും ഒക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ നിൽക്കുന്നത് ഈ സ്കൾപ്ചർ കണ്ടു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കന്യാമറിയാമിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ട്യൂമ്പ് കാണാം ഉണ്ടല്ലേ. ഈ ഭാഗത്തായിട്ടൊരു ട്യൂമ്പ് സൂക്ഷിച്ചു നോക്കിയാൽ. അപ്പോൾ ഇതാണ് ഇറ്റലിയിലെ ഏറ്റവും പ്രശസ്തനായ പെയിൻറ്റേഴ്സിൽ ഒരാളായിരുന്ന റഫേലിൻ്റെ ട്യൂമ്പാണ് ഈ കാണുന്നത്. റഫേൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ പാൻതിയോണിൽ സംസ്കരിക്കപ്പെടണമെന്നുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റഫേലിൻ്റെ അന്ത്യാഭിലാഷം അത് നിറവേറ്റുന്നതിനായി പാൻതിയോണിലാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നത്. കാരണം റഫേൽ ഒക്കെ കലയുടെയും അതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ വളരെ വലിയ ഒരു വ്യക്താവായിരുന്നതിനാൽ പാൻതിയോൺ അദ്ദേഹത്തെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാൻതിയോൺ എന്ന ഈ ഒരു വലിയ മന്ദിരത്തെ അദ്ദേഹം എത്ര ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. റഫേലിൻ്റെ കല്ലറ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു ട്യൂമ്പ് കാണാം ഉണ്ടല്ലേ ഈ ഭാഗത്തായിട്ട്. ഇത്
കിങ് വിക്ടർ ഇമ്മാനുവൽ ടൂവിൻ്റെ മകനായിരുന്ന ഉംബേർട്ടോ എന്ന് കേട്ടിട്ടില്ലേ? കിങ് ഉംബേർട്ടോ, ആ രാജാവിൻ്റെ ട്യൂമ്പാണ്. അദ്ദേഹം അസാസിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്യൂമ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ടാമതൊരു ട്യൂമ്പും കൂടെ നമ്മൾ കണ്ടിരിക്കുകയാണ് പാന്തിയോണിൽ. വിക്ടർ ഇമ്മാനുവലിന് ശേഷം ഇറ്റലിയുടെ കിങ് ആയിരുന്ന ആളാണ് ഉംബേർട്ടോ. ഇനി പാന്തിയോണിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്കും കൂടെ നമുക്ക് പോകാം. പാന്തിയോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്യൂമ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ, ഇറ്റലിയെ യൂണിഫൈ ചെയ്ത കിങ്, അദ്ദേഹത്തിൻ്റെ ട്യൂമ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പൂക്കളും ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് വിക്ടർ ഇമ്മാനുവൽ, ഇറ്റലിയുടെ ആദ്യത്തെ കിങ് എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ ട്യൂമ്പാണ് നമ്മളീ കാണുന്നത്. ബസിലിക്ക സാന്റാ മറിയ ആൻഡ് മാർട്ടിയേഴ്സ്, അതാണ് പാന്തിയോൺ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ബസലിക്ക ആയിട്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ പാന്തിയോണിൻ്റെ പുരാതനമായ ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ പല പ്രമുഖരെയും അടക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ കബറിടങ്ങൾ കാണാം. പ്രധാന ആൾത്താര ഈ ഭാഗത്താണ്. അങ്ങനെ പാന്തിയോണിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഇനിയും ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കാണേണ്ടതുണ്ട്. മനോഹരമായ ചരിത്രപരമായ പല നിർമ്മിതികളും ഇനിയും സന്ദർശിക്കേണ്ടതുണ്ട്. അപ്പം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിരാശപ്പെടുത്താത്ത ഒരുപാട് വീഡിയോസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കൊളോസിയത്തിന്റെ നിഴലിൽ വിക്ടറി ഈസ് കാർവ്ഡ് ഇൻടു ഹിസ്റ്ററി എന്ന് പറയാവുന്നത് പോലെ നിലകൊള്ളുന്ന ആർച്ച് ഓഫ് കോൺസ്റ്റന്റൈന്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. റോമിന്റെ വിക്ടറി ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ ഭീമാകാരമായ കമാനം മിൽവിയൻ പാലത്തിൽ വെച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നേടിയ ചരിത്രപരമായ വിജയം ആഘോഷിക്കുന്നതിനായി AD 315 നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കമാനം പിന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ വലതുവശത്തായി ടെമ്പിൾ ഓഫ് വീനസ് ആൻഡ് റോമ എന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. പ്രാചീന റോമിലെ ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്നു ഇത്. വീനസ് ഫെലിക്സ് എന്ന പ്രേമത്തിന്റെയും ഭാഗ്യത്തിന്റെയും ദേവത, പിന്നെ റോമ എറ്റേണ എന്ന റോം നഗരത്തിന്റെ കാവൽ ദേവത, ഈ രണ്ട് ദേവതകൾക്കായി AD 121 ഹാഡ്രിയൻ ചക്രവർത്തിയാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. ഈ താഴ്വരയിൽ നിന്ന് നമ്മൾ മലമുകളിലേക്ക് കയറുകയാണ്, റോമിന്റെ ജന്മസ്ഥലമായ ഐതിഹാസികമായ പാലറ്റൈൻ കുന്നിലേക്ക്. ഇവിടെ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരുപാട് ഓറഞ്ച് മരങ്ങൾ കാണും. പക്ഷെ ഇതാരും പറിച്ചു തിന്നാറില്ല. പുളി കാരണം നാക്കിലേക്ക് വയ്ക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. റോമൻ പുരാണങ്ങൾ അനുസരിച്ച് ഒരു പെൺചെന്നായ റോമുലസ് റമസ് എന്നീ ഇരട്ടക്കുട്ടികളെ കണ്ടെത്തുകയും മുലയൂട്ടി വളർത്തുകയും ചെയ്തത് ഈ കുന്നിലാണ്. ഇവിടെ വെച്ചാണ് BC 753 റോമുലസ് റോം നഗരത്തിന് അടിത്തറ പാകിയത് എന്നാണ് കഥ. പണ്ടുകാലത്ത് ധനികരും രാജകുടുംബാംഗങ്ങളും ഒക്കെ താമസിച്ചിരുന്ന ഒരു പ്രൈം ഏരിയ ആയിരുന്നു ഇത്. പാലസ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് തന്നെ ഈ കുന്നിന്റെ പേരായ പാലറ്റൈൻ എന്നതിൽ നിന്നാണ്. ഇവിടെ നിൽക്കുമ്പോൾ കൊളോസിയം ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇവിടെ പാലറ്റൈൻ കുന്നിൽ നിന്ന് നോക്കുമ്പോൾ കൊളോസിയം കൂടാതെ റോമൻ കാലഘട്ടത്തിലെ അത്ഭുതകരമായ പല നിർമ്മിതികളുടെയും അവശിഷ്ടങ്ങൾ കാണാം. റോമൻ ഫോറം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ആർച്ച് ഓഫ് കോൺസ്റ്റന്റൈനോട് ചേർന്ന ആർച്ച് ഓഫ് ടൈറ്റസ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ ടെമ്പിൾ ഓഫ് വീനസ് ആൻഡ് റോമ, പിന്നെ ആ കാലത്ത് റോമിലെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകളിൽ ഒന്നായിരുന്ന ബസിലിക്ക ഓഫ് മാക്സെൻഷ്യസ് ആൻഡ് കോൺസ്റ്റന്റൈൻ, ടെമ്പിൾ ഓഫ് വെസ്റ്റ, അതിനടുത്തായി ഹൗസ് ഓഫ് ദി വെസ്റ്റൽ വെർജിൻസ്, ടെമ്പിൾ ഓഫ് ആന്റണീസ് ആൻഡ് ഫൗസ്റ്റീന, അങ്ങനെ എത്രയോ എണ്ണമറ്റ മഹത്തായ നിർമ്മിതികൾ. ഈ ഗേറ്റ് പോലെയുള്ള ഈ നിർമ്മിതിയും നമ്മൾ നിൽക്കുന്ന ഈ വ്യൂയിങ് പ്ലാറ്റ്ഫോമും ഒക്കെ യൂറോപ്പിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ബോട്ടാണിക്കൽ ഗാർഡൻസ് ആയ ഫാർണീസ് ഗാർഡൻസിന്റെ എൻട്രൻസ് ആണ്. ഇനി നമുക്ക് കൊട്ടാരങ്ങളുടെ ഉയരങ്ങളിൽ നിന്ന് പുരാതന റോം നഗരത്തിന്റെ ഹൃദയഭാഗമായ റോമൻ ഫോറത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ നേരെയായി കാണുന്ന ഈ നിർമ്മിതിയാണ് മുൻപ് പറഞ്ഞ ബസിലിക്ക ഓഫ് മാക്സെൻഷ്യസ് ആൻഡ് കോൺസ്റ്റന്റൈൻ. ആയിരക്കണക്കിന് കാലങ്ങൾ കഴിഞ്ഞിട്ടും ചരിത്ര സംഭവങ്ങളുടെ ഒരു സാക്ഷിയായി ഈ വലിയ നിർമ്മിതി ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. റോമൻ കാലഘട്ടത്തിൽ വിയാ സാക്ര അഥവാ വിശുദ്ധ പാത എന്നറിയപ്പെട്ടിരുന്ന ഒരു വഴിയാണ് ഇത്. ഈ വലിയ കറുത്ത ബസാൾട്ട് കല്ലുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് ശരിക്കും ഒരു അലങ്കാരത്തിന് വേണ്ടി ചെയ്തതല്ല. വലിയ ഭാരം താങ്ങാൻ തക്കവണ്ണം ഉയർന്ന സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ച ഇൻഫ്രാസ്ട്രക്ചർ ആണിത് എന്ന് പറയാം.
ശരിക്കും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഈ കല്ലുകളിൽ ആഴത്തിലുള്ള വണ്ടിച്ചക്രങ്ങളുടെ പാടുകൾ കാണും. പഴയ കാലത്ത് ഇരുമ്പ് വലിപ്പുള്ള മരചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ ചരക്കുവണ്ടികളും റോമൻ രഥങ്ങളും യുദ്ധം ജയിച്ച് മടങ്ങുന്ന ജനറൽമാരുടെ വിജയവാഹനങ്ങളും നൂറ്റാണ്ടുകളോളം ഇതിലൂടെ ഓടിയപ്പോഴാണ് ഈ പാടുകൾ വീണത്. നിങ്ങൾ ഇതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ നടക്കുന്നത് ചരിത്രത്തിന്റെ യഥാർത്ഥ അടയാളങ്ങളിലൂടെയാണ് എന്ന് പറയാം. ഈ കൽപ്പാതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ വലിപ്പം അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മുടെ മുന്നിൽ കാണുന്ന ടെമ്പിൾ ഓഫ് റോമുലസ് എന്ന് പറയുന്ന ഈ കെട്ടിടം തന്നെ നോക്കുക. റോമിന്റെ സ്ഥാപകനായിട്ടുള്ള റോമുലസുമായി ഇതിന് ബന്ധമില്ല. മാക്സെൻഷ്യസ് എന്ന റോമൻ ചക്രവർത്തിയുടെ മകൻ വലേറിയസ് റോമുലസ് AD 309 അദ്ദേഹം മരിച്ചതിന് ശേഷം ദൈവീക പദവിയൊക്കെ നൽകി ആദരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്ത ഒരു ക്ഷേത്രമാണ്. 2-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ അന്റോണീസ് പയസ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫൗസ്റ്റീനിയയുടെ ഓർമ്മയ്ക്കായി പണിത ഒരു ക്ഷേത്രമാണ് ഇത്. പിന്നീട് ഈ റോമൻ ക്ഷേത്രം സാൻ ലോറൻസോ ഇൻ മിറണ്ട എന്ന പേരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയായി മാറി. റോമൻ ഫോറത്തിലെ പ്രധാന ഒരു കാഴ്ചയാണ് ജൂലിയസ് സീസറിനെ ക്രിമേറ്റ് ചെയ്ത ഇടം. വളരെ ലളിതമെന്ന് തോന്നിക്കുന്ന എന്നാൽ റോമൻ റിപ്പബ്ലിക് തകരുകയും ഒരു വൻ സാമ്രാജ്യം ജനിക്കുകയും ചെയ്ത ഒരു ചരിത്രപരമായ സ്ഥലത്താണ് ഇത്. 2000 കൊല്ലങ്ങളായി സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഈ ചെറിയ കൽത്തറയാണ് തുമുലസ് കേസരീസ്, അതായത് സാക്ഷാൽ ജൂലിയസ് സീസറിന്റെ ചിതയൊരുക്കിയ ഇടം. റോമൻ സാമ്രാജ്യം തകർന്നടിഞ്ഞതിന് ശേഷം ഇത് ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് റിനൈസൻസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇത് എക്സ്കവേറ്റ് ചെയ്ത് ഈ നിലയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ പഴയ റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിലെ ഒരുപാട് ഇവന്റുകൾ, ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്ന ഒരു സ്ഥലം എന്ന നിലയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് റോമൻ ഫോറം. യൂറോപ്പിലെ മറ്റൊരുപാട് നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ കാഴ്ചകളുടെ ഒരു പരമ്പരയുമായി നമുക്ക് വീണ്ടും കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ.